എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ചെസ് ഗെയിമിന്റെ വിജയത്തെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം ടാറ്റിക്സ് ആണോ അല്ലെങ്കിൽ ശക്തമായ സ്ട്രാറ്റജിയാണോ? നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഈ ഗെയിം നിങ്ങൾ പൂർണ്ണമായി കണ്ടു കഴിയുമ്പോൾ ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. വൈറ്റ് E4 മൂവ് ചെയ്തുകൊണ്ട് ഗെയിം ആരംഭിക്കുന്നു. ബ്ലാക്ക് അടുത്തായി E5ലേക്ക് പോണിനെ പുഷ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റ് F3ലേക്ക് വരികയും ഈ പോണിനെതിരെ ഒരു അറ്റാക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ പൊസിഷനിൽ പ്രധാനമായും ബ്ലാക്കിന് രണ്ട് രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഒന്ന്, നമുക്കറിയാം വൈറ്റിന്റെ നൈറ്റ് ഈ പോണിനെ ആക്രമിച്ചത് കൊണ്ട് തന്നെ ബ്ലാക്കിന്റെ ഈ നൈറ്റ് C6ലേക്ക് വരികയും അവിടെ നിന്ന് ഇതിനൊരു സപ്പോർട്ട് നൽകുകയും ചെയ്യാം. രണ്ടാമത്തെ ഒരു മാർഗം ബ്ലാക്കിന്റെ നൈറ്റ് F6ലേക്ക് വരികയും വൈറ്റ് പോണിനെതിരെ ഒരു കൗണ്ടർ അറ്റാക്ക് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ഓപ്പണിങ്ങിനെ നമ്മൾ പെട്രോഫ് ഡിഫൻസ് എന്നാണ് വിളിക്കുക. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഈ തരത്തിലൊരു മൂവ് നമ്മുടെ ചെസ് ഗെയിമുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. അടുത്ത വൈറ്റിന്റെ മൂവാണ് വൈറ്റ് D4ലേക്ക് പോണിനെ പുഷ് ചെയ്യുന്നു. ബ്ലാക്ക് D4 പോണിനെ വെട്ടിയെടുക്കുന്നു. വൈറ്റ് അതിനുശേഷം E4 പോണിനെ E5ലേക്ക് മൂവ് ചെയ്യുകയാണ്. ഈ ഒരു പൊസിഷൻ മുതൽ നമുക്ക് ഈ ഗെയിമിന്റെ ഓരോ ഘട്ടത്തെയും വളരെ കൃത്യമായി വിലയിരുത്താൻ ശ്രമിക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ബ്ലാക്കിന്റെ F6 നൈറ്റിലുണ്ടാവുന്ന മാറ്റങ്ങളെ പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. ഈ ഗെയിമിന്റെ ആരംഭത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ നൈറ്റിന്റെ സ്ഥാനം G8ലായിരുന്നു. അവിടെ നിന്ന് ഒരു മൂവ് ഉപയോഗിച്ചുകൊണ്ട് അത് F6ലേക്ക് മൂവ് ചെയ്തു. എന്നുവെച്ചാൽ ഈ നൈറ്റ് ഓൾറെഡി ഒരു മൂവ് നടത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ പൊസിഷനിൽ വൈറ്റിന്റെ പോൺ ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്തത് കൊണ്ട് തന്നെ വീണ്ടും ഈ നൈറ്റിന് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഗെയിമിൽ ഈ നൈറ്റ് മൂവ് ചെയ്തത് E4ലേക്കാണ്. അപ്പോൾ നമ്മുടെ നൈറ്റിന്റെ രണ്ടാമത്തെ മൂവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അടുത്ത വൈറ്റിന്റെ മൂവാണ് വൈറ്റ് ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് D4 പോണിനെ വെട്ടിയെടുക്കുന്നു. വീണ്ടും ഈ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് നൽകിയിരിക്കുകയാണ്. ബ്ലാക്ക് ഈ നൈറ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി D5ലേക്ക് പോണിനെ പുഷ് ചെയ്യുന്നു. വൈറ്റ് ആ പോണിനെ വെട്ടിയെടുക്കുന്നു. ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് D6 പോണിനെ വെട്ടിയെടുക്കുന്നു. അപ്പം ഇത് നമ്മുടെ നൈറ്റിന്റെ മൂന്നാമത്തെ മൂവാണ്. പൊതുവെ ഓപ്പണിംഗ് ഘട്ടത്തിൽ ഒരു പീസിനെ തന്നെ ഒന്നിലധികം തവണ മൂവ് ചെയ്യിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമായി നമ്മൾ പരിഗണിക്കാറില്ല. നമുക്ക് എന്തായാലും ഗെയിം മുന്നോട്ട് കൊണ്ടുപോയി നോക്കാം. അടുത്തായിട്ട് വൈറ്റിന്റെ മൂവാണ്. വൈറ്റ് ബിഷപ്പിനെ D3ലേക്ക് കൊണ്ടുവരുന്നു. അടുത്തായിട്ട് ബ്ലാക്ക് ക്യൂനിനെ E7ലേക്ക് കൊണ്ടുവരികയും ഒരു ചെക്ക് നൽകുകയും ചെയ്യുന്നു. ഈ കിങ് ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലും സ്ക്വയറിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് പിന്നെ ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല. പിന്നെയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ബിഷപ്പിനെ E2ലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇങ്ങനെ സംഭവിച്ചാൽ ഓൾറെഡി ഗെയിമിലേക്ക് വന്ന ബിഷപ്പിനെ നമ്മൾ പുറകോട്ട് തന്നെ വരിക്കുന്നത് പോലെയാവും. പിന്നെയുള്ള ഒരു മൂന്നാമതൊരു സാധ്യത വൈറ്റിന്റെ രണ്ടാമത്തെ ബിഷപ്പിനെ E3ലേക്ക് കൊണ്ടുവരികയും ഈ ചെക്കിനെ ബ്ലോക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഗെയിമിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു പൊസിഷൻ ലഭിക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ F5ലേക്ക് കൊണ്ടുവരികയും ഒരേ സമയം ഈ രണ്ട് പീസുകളെയും അറ്റാക്ക് ചെയ്യാനും സാധിക്കും. സ്വാഭാവികമായും ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ബിഷപ്പ് ഈ നൈറ്റിനെ വെട്ടിയെടുക്കുന്നതായിരിക്കും. ബ്ലാക്കിന്റെ നൈറ്റ് ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കുകയും ചെയ്യും. ഇതിലൂടെ ബ്ലാക്ക് നേടിയെടുക്കാൻ ശ്രമിച്ചത് ബിഷപ്പ് പെയർ എന്ന് പറയുന്ന അഡ്വാൻറ്റേജ് ആണ്. നമുക്കറിയാം വൈറ്റിന്റെ ഭാഗത്ത് ഇവിടെ ഒരു ബിഷപ്പും ഒരു നൈറ്റുമാണുള്ളത്. പക്ഷെ ബ്ലാക്കിന് ഇവിടെ രണ്ട് ബിഷപ്പുകളാണ്. ഇത് നമ്മൾ ബിഷപ്പ് പെയർ എന്നാണ് വിളിക്കുക. മിഡിൽ ഗെയിമിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പോയിന്റ് ആണ് ബിഷപ്പ് പെയറുകൾ ഉണ്ടാവുക എന്നുള്ളത്. ഇങ്ങനെ ഒരു ബിഷപ്പ് പെയർ ലഭിക്കാൻ വേണ്ടി ബ്ലാക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ ബ്ലാക്കിന്റെ നൈറ്റിന്റെ മൂവ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ആദ്യം ബ്ലാക്ക് നൈറ്റ് F6ലേക്ക് വന്നു, പിന്നെ E4ലേക്ക് വന്നു, പിന്നെ D6ലേക്ക് വന്നു. അവിടെ നിന്നാണ് F5ലേക്ക് വരികയും ബിഷപ്പ് പെയർ ലഭിക്കുകയും ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബ്ലാക്കിന് ഇവിടെ ബിഷപ്പ് പെയർ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഡെവലപ്മെന്റ് കാര്യത്തിൽ ബ്ലാക്ക് ഒരുപാട് പുറകിലാണ്. നമുക്ക് എന്തായാലും ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാം. അടുത്തായിട്ട് വൈറ്റിന്റെ മൂവാണ്. വൈറ്റ് ഇവിടെ നൈറ്റിനെ C3ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ഈ ഒരു പൊസിഷനിൽ ഈ ബിഷപ്പിന് C2 പോണിനെ വെട്ടിയെടുക്കാൻ സാധിക്കുമോ? അങ്ങനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക? ചെസ് ഇംപ്രൂവ് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഉടനെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ബിഷപ്പ് വെട്ടിയെടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ വൈറ്റ് ഈ പോണിനെ വെറുതെ നൽകിയിരിക്കുകയാണ്. ഉദാഹരണത്തിന് ബ്ലാക്കിന്റെ ബിഷപ്പ് ഈ പോണിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ വൈറ്റിന്റെ റൂക്ക് C1ലേക്ക് വരുന്നു. ഇനി ഈ പൊസിഷനിൽ ബ്ലാക്കിന് രണ്ട് മൂവുകളാണ് സാധ്യമായിട്ടുള്ളത്. ഒന്ന്, ഈ ബിഷപ്പിനെ വേണമെങ്കിൽ F5ലേക്ക് മൂവ് ചെയ്യിക്കാം, അല്ലെങ്കിൽ ആദ്യം ഈ നൈറ്റിനെ C6ലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ ബിഷപ്പിനെ F5ലേക്ക് മൂവ് ചെയ്യിക്കാം. ഇതിലേതായിരിക്കും ബ്ലാക്ക് ചെയ്യേണ്ട കൃത്യമായ മൂവ്? സത്യത്തിൽ ഈ രണ്ട് മൂവ് നടത്തിയാലും ബ്ലാക്കിന് കൃത്യമായ നഷ്ടം ഈ പൊസിഷനിൽ സംഭവിക്കും. നമുക്ക് എന്തായാലും അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഈ ബിഷപ്പിനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ F5ലേക്ക് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ വൈറ്റ് നൈറ്റ് D5ലേക്ക് മൂവ് ചെയ്യുകയും ഒരേ സമയം ഈ പോണിനെയും ഈ ക്യൂനെയും അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. ഈ ക്യൂൻ ഇവിടെ നിന്ന് മാറി നിന്നതിന് ശേഷം ഈ നൈറ്റ് C7 പോണിനെ വെട്ടിയെടുക്കുകയും
റൂക്കിനെ ലാഭിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു വിഷയമുള്ളത് കൊണ്ട് തന്നെ ബ്ലാക്കിന് വേണമെങ്കിൽ ഈ നൈറ്റിനെ ആദ്യം C6ലേക്ക് മൂവ് ചെയ്യിക്കാം. ഈ C6 സ്ക്വയറിൽ ബ്ലാക്ക് നൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഈ പോണിനെ അറ്റാക്ക് ചെയ്യാൻ ഈ റൂക്കിന് സാധിക്കാതെ വരും. നമുക്ക് ആ മൂവ് കൂടി ഒന്ന് കണ്ടു നോക്കാം. നൈറ്റ് ആദ്യം C6ലേക്ക് മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇവിടെ ക്യൂൻ അറ്റാക്ക് ചെയ്യപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മൾ ഈ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ വെട്ടിയെടുക്കാൻ നിൽക്കില്ല. വൈറ്റ് ഇനി എങ്ങനെയായിരിക്കും ഈ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുക? ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്ലാക്ക് ഈ രീതിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ പൊസിഷനിൽ ബ്ലാക്കിന് നഷ്ടമാണ് സംഭവിക്കുക. എങ്ങനെയായിരിക്കും വൈറ്റ് ഈ പൊസിഷനെ ഹാൻഡിൽ ചെയ്യുക? ആവശ്യമെങ്കിൽ വീഡിയോ പോസ് ചെയ്തതിനു ശേഷം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഇവിടെ വൈറ്റിന്റെ കൃത്യമായ മൂവ് ഈ ക്യൂനിനെ F4ലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് ഈ പോണിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബിഷപ്പിനെ പിൻവലിക്കുകയാണെങ്കിൽ നൈറ്റ് D5ലേക്ക് വരികയും നമ്മൾ നേരത്തെ കണ്ട അതേ പ്രശ്നം വീണ്ടും വരികയും ചെയ്യും. ഇനി ഇതിന് പകരമായി നൈറ്റിന് വേണമെങ്കിൽ ആദ്യം B4ലേക്ക് മൂവ് ചെയ്യാം. ഇവിടെ ഒരു ചെക്ക് നൽകാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ വളരെ കൃത്യമായി മാത്രമേ വൈറ്റിന് മൂവ് ചെയ്യാൻ സാധിക്കൂ. ഈ ഒരു പൊസിഷനിൽ വൈറ്റ് എന്തായിരിക്കും മൂവ് ചെയ്യേണ്ടത്? വീണ്ടും ആവശ്യമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുക. ഇവിടെ വൈറ്റിന്റെ കൃത്യമായ മൂവ് എന്ന് പറയുന്നത് വൈറ്റ് കിങ് ക്യാൻസൽ ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്കിന്റെ നൈറ്റ് D3ലേക്ക് വരികയാണെങ്കിൽ വൈറ്റിന്റെ ക്യൂൻ C4ലേക്ക് വരുന്നു. അതിനുശേഷം റൂക്കിനെ വെട്ടിയെടുത്തു എന്ന് വിചാരിക്കുക. രണ്ടാമത്തെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് വൈറ്റ് C1നുള്ള നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. അതിനുശേഷം ഈ ബിഷപ്പ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൈറ്റ് D5ലേക്ക് വരികയും ഒരേ സമയം ഈ രണ്ട് പീസുകളെയും അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ഇവിടെ നിന്ന് ക്യൂൻ മൂവ് ചെയ്തതിനു ശേഷം ഈ പോണിനെ വെട്ടിയെടുക്കുകയും റൂക്കിനെ ലാഭമായി ലഭിക്കുന്നതുമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ രണ്ട് വേരിയേഷനും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു പൊസിഷനിൽ ഈ പോണിനെ വെട്ടിയെടുക്കുന്നതിന് മുൻപായി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് തിരിച്ചു വരാം. അടുത്ത ബ്ലാക്കിന്റെ മൂവ് ആണ്. ബ്ലാക്ക് അടുത്തതായിട്ട് ക്യൂനിനെ B4ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. ബ്ലാക്ക് ഇവിടെ മറ്റൊരു രീതിയിലുള്ള സ്ട്രാറ്റജിക്കൽ ഐഡിയ ആണ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, വൈറ്റിന്റെയും ബ്ലാക്കിന്റെയും ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ വൈറ്റിന് ഇവിടെ ഓൾറെഡി 4 പീസുകൾ കളിയിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷെ ബ്ലാക്കിന് ഇവിടെ 2 പീസുകൾ മാത്രമേ ഗെയിമിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ മിഡിൽ ഗെയിമിലെ മറ്റൊരു നിയമം എന്ന് പറയുന്നത്, നമ്മൾ ഡെവലപ്മെന്റിൽ പുറകിലാണെങ്കിൽ പരമാവധി നമ്മുടെ എതിരാളിയുടെ ക്യൂനിനെ വെട്ടിയെടുക്കാൻ ശ്രമിക്കണം. അഥവാ നമ്മുടെ ക്യൂൻ കൊടുത്തുകൊണ്ട് അവരുടെ ക്യൂണിനെ വെട്ടിയെടുക്കാൻ ശ്രമിക്കണം. ഈ ഒരു സ്ട്രാറ്റജിയാണ് ബ്ലാക്ക് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇതറിയാവുന്നത് കൊണ്ടുവന്ന വൈറ്റ് ക്യൂനിനെ വെട്ടിയെടുക്കാതെ വൈറ്റ് ക്യൂനിനെ E5ലേക്ക് കൊണ്ടുവരികയും ചെക്ക് നൽകുകയും ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പ് അതിനുശേഷം E6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ലോങ് ക്യാസിൽ ചെയ്യുന്നു. ഇതിന് മറുപടി എന്ന രീതിയിൽ ബ്ലാക്കിന്റെ നൈറ്റ് C6ലേക്ക് വരികയും നമ്മുടെ ക്യൂനിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഗെയിമിന്റെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ C2 പോണിനെ വെട്ടിയെടുത്താൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ പറ്റി ചർച്ച ചെയ്തിരുന്നു. അതേപോലെ ഇവിടെ വേണമെങ്കിൽ വൈറ്റ് ക്യൂനിന് C7 പോണിനെ വെട്ടിയെടുക്കാവുന്നതാണ്. ഈ വീഡിയോയുടെ തുടർഭാഗം കാണുന്നതിന് മുൻപായി ഈ ക്യൂന് കൊണ്ട് ഈ പോണിനെ വെട്ടിയെടുക്കുന്നത് നല്ല മൂവാണോ അല്ലയോ എന്നുള്ളത് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക. കാരണം നമ്മൾ ഈ ഗെയിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ വൈറ്റ് ക്യൂൻ ഈ പോണിനെ വെട്ടിയെടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ C8ലേക്ക് കൊണ്ടുവരുന്നു. അപ്പം ഈ പോൺ സാക്രിഫൈസിലൂടെ ബ്ലാക്ക് ഉദ്ദേശിച്ചത് ഈ ഒരു ഓപ്പൺ ഫയലിൽ ഏതെങ്കിലും രീതിയിലുള്ള അറ്റാക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. വൈറ്റ് ക്യൂൻ അടുത്തതായിട്ട് F4ലേക്ക് വരുന്നു. ഇപ്പോൾ ഇവിടെ വൈറ്റ് ആണ് ക്യൂൻ എക്സ്ചേഞ്ചിന് വേണ്ടി ശ്രമിക്കുന്നത്. അതിനുള്ള കാരണം ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് ഒരു പോൺ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മിഡിൽ ഗെയിമിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ലീഡ് നമ്മുടെ മിഡിൽ ഗെയിമിൽ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ പരമാവധി പീസുകളെ എക്സ്ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ എല്ലാ പീസുകളെയും വിട്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലുള്ള ഒരു പോൺ അല്ലെങ്കിൽ ഒരു പീസ് അത് ഉപയോഗിച്ച് നമുക്ക് ജയിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ ബ്ലാക്ക് ക്യൂനെ A5ലേക്ക് മൂവ് ചെയ്യിക്കുന്നു. വൈറ്റ് ക്യൂൻ വീണ്ടും G5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് എക്സ്ചേഞ്ചിന് ശ്രമിക്കുകയാണ്. ഇത്തവണയും ബ്ലാക്കിന്റെ ക്യൂൻ എക്സ്ചേഞ്ചിൽ നിൽക്കാതെ നേരെ A6ലേക്ക് ക്യൂനെ മൂവ് ചെയ്യിക്കുന്നു. അടുത്തായിട്ട് വൈറ്റിന്റെ മൂവ് ആണ്. വൈറ്റ് H1 റൂക്കിനെ E1ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഇവിടെ വൈറ്റിന്റെ എല്ലാ പീസുകളും ഗെയിമിലേക്ക് വന്നു കഴിഞ്ഞു. അടുത്ത ബ്ലാക്കിന്റെ മൂവ് ആണ്. ബ്ലാക്ക് നൈറ്റിനെ B4ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് അടുത്തായിട്ട് ഒരു അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്ന അർത്ഥത്തിൽ നൈറ്റിനെ D4ലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ആദ്യം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ടാറ്റിക്സ് ആണോ സ്ട്രാറ്റജി ആണോ മിഡിൽ ഗെയിമിൽ പ്രധാനപ്പെട്ടത് എന്നുള്ളതായിരുന്നു. അതിനുള്ള ഉത്തരം നമുക്ക് ഏകദേശം ലഭിക്കാൻ പോവുകയാണ്. അടുത്തായിട്ട് ബ്ലാക്കിന്റെ മൂവ് ആണ്. ബ്ലാക്ക് റൂക്ക് C3 നൈറ്റിനെ വെട്ടിയെടുക്കുന്നു. ഇനി ഇവിടെ വൈറ്റ് ആണ് മൂവ് ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ 1 മിനിറ്റെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്തതിനു ശേഷം വൈറ്റിന്റെ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ടാക്ടിക്കൽ മൂവ് എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളത് കണ്ടെത്തുന്ന സമയത്ത് ഞാൻ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാം. ചെസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഒരു ഫേമസ് ഗ്രാൻഡ് മാസ്റ്റർ പറഞ്ഞതുപോലെ ചെസ് എന്ന് പറയുന്നത് 90% ടാറ്റിക്സ് ആണ്. ഈ പൊസിഷനിൽ ബ്ലാക്ക് റൂക്ക് ഇങ്ങനെ ഒരു സാക്രിഫൈസ് നടത്താനുള്ള കാരണം, ഇവിടെ ഈ പോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ റൂക്കിനെ നമ്മൾ വെട്ടിയെടുക്കുകയാണെങ്കിൽ ഈ ഗെയിം ഒരു സമനിലയിലേക്ക് മാറുന്നതായിരിക്കും.
ഇതായിരുന്നു ബ്ലാക്കിന്റെ പ്ലാൻ. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിന്റെ ഈ രണ്ട് ബിഷപ്പുകളും വളരെ ആക്റ്റീവായ സ്ക്വയറുകളിലാണുള്ളത്. എന്ന് വെച്ചാൽ ഈ ഗെയിമിന്റെ തുടക്കത്തിൽ ബിഷപ്പ് പെയർ കീപ്പ് ചെയ്യുക എന്ന് പറയുന്ന ആശയം അത് ഒരു നല്ലൊരു ആശയമായിട്ട് തന്നെ ഈ ഗെയിമിൽ പരിണമിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും നല്ല സ്ട്രാറ്റജിയൊക്കെ ബ്ലാക്ക് കൊണ്ടുവന്നെങ്കിൽ പോലും ഒരു വളരെ വലിയ ടാറ്റിക്സിലൂടെ വൈറ്റ് ഈ ഗെയിം വിജയിക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടാകുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുത്തെ വൈറ്റിന്റെ കൃത്യമായ മൂവ് എന്ന് പറയുന്നത് ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് D8 ഒരു ചെക്ക് നൽകുന്നു, ഒരു ക്യൂൻ സാക്രിഫൈസ്. കിങ് സ്വാഭാവികമായിട്ടും ഈ ക്യൂവിനെ വെട്ടിയെടുക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം വൈറ്റ് ബിഷപ്പിനെ വെട്ടിയെടുക്കുകയും ഒരു ഡബിൾ ചെക്ക് നൽകുകയും ചെയ്യുന്നു. നമുക്കറിയാം ഈ കിങ്ങിന് ഒന്നെങ്കിൽ ഇവിടെ വരാം, അങ്ങനെ വരികയാണെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ഈ ഗെയിം അവസാനിക്കുന്നതായിരിക്കും. കാരണം ഈ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ചെക്ക് നൽകാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഗെയിമിൽ ബ്ലാക്ക് മൂവ് ചെയ്തത് കിങ്ങിനെ E7ലേക്കാണ്. വൈറ്റ് അടുത്തതായിട്ട് ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് നൽകുന്നു. ഈ കിങ്ങിന് മറ്റു മാർഗങ്ങളില്ല, ഈ പോൺ ഉപയോഗിച്ചുകൊണ്ട് ചെക്കിനെ ബ്ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ഈ നൈറ്റിനെ D8ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് നൽകുന്നു. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് റിസൈൻ ചെയ്യുകയാണ് ഉണ്ടായത്. കാരണം ഇവിടെ വൈറ്റിന് രണ്ട് മൂവ് മാത്രമേ സാധ്യമായിട്ടുള്ളൂ. ഒന്നെങ്കിൽ ഈ ക്യൂന് കൊണ്ട് ചെക്ക് മറക്കാം, അപ്പോൾ വീണ്ടും ചെക്ക്മേറ്റ് സംഭവിക്കുന്നതാണ്. അല്ല എങ്കിൽ ആദ്യം റൂക്ക് കൊണ്ട് ബ്ലോക്ക് ചെയ്യാം, വൈറ്റ് വെട്ടിയെടുക്കും. അതിനുശേഷം ക്യൂന് കൊണ്ട് ബ്ലോക്ക് ചെയ്യാം, വീണ്ടും വൈറ്റ് വെട്ടിയെടുക്കും. ഇതിൽ ഏത് സംഭവിച്ചാലും ബ്ലാക്കിന് ഗെയിം നഷ്ടമാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗെയിമിൽ പ്രധാനമായും കണ്ടത് സ്ട്രാറ്റജിക്കലായിട്ട് നമ്മൾ എത്രത്തോളം ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോയാലും നമ്മൾ കാണാത്ത ഒരു ടാറ്റിക്സ് എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗെയിം പരാജയപ്പെടാൻ അത് മാത്രം കാരണമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ വീണ്ടും ഓർക്കുക, ചെസ് എന്ന് പറയുന്നത് 90% ടാറ്റിക്സ് ആണ്. ദിവസവും ടാറ്റിക്കൽ പൊസിഷൻസ് അനലൈസ് ചെയ്യാൻ സമയം കണ്ടെത്തുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.